നമസ്കാരം. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ഈ പേര് ദേശീയ മാധ്യമങ്ങൾ നമ്മോട് പറയാൻ തുടങ്ങിയിട്ട് മലയാള മാധ്യമങ്ങൾ ഒരു നകാരാത്മകമായ രീതിയിൽ ആഘോഷിക്കുവാൻ തുടങ്ങിയിട്ടും ഏതാണ്ട് 3 വർഷങ്ങളേ ആയിട്ടുള്ളൂ. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ഗുസ്തി ഫെഡറേഷൻ്റെ ദേശീയ ഗുസ്തി ഫെഡറേഷൻ്റെ അധ്യക്ഷനായിരുന്നു. അദ്ദേഹത്തിന് നേരെ 2023 വിനീഷ് ഫോഗട്ട്, സാക്ഷി മാലിക്, ബജ്രംഗ് പൂനിയ തുടങ്ങിയ ദേശീയ ഗുസ്തി താരങ്ങൾ ജന്തർ മന്ദറിൽ ഒരു വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു. അദ്ദേഹം പല ഗുസ്തി താരങ്ങളെയും വനിതാ ഗുസ്തി താരങ്ങളെയും ലൈംഗികമായി പീഡിപ്പിച്ചു, ഒരു ശരിയല്ലാത്ത രീതിയിൽ സ്പർശിച്ചു, ചിലരെ അവർക്കിഷ്ടമില്ലാത്ത രീതിയിൽ പിന്തുടർന്നു, ഭയപ്പെടുത്തക്ക രീതിയിൽ പിന്തുടർന്നു, ചിലരെ ഭീഷണിപ്പെടുത്തി, അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉപയോഗിച്ചും പദവി ഉപയോഗിച്ചും ഇത്തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു അദ്ദേഹത്തിന് നേരെ ഉയർന്നു വന്നത്. ഇതേ തുടർന്ന് 6 കേസുകൾ അദ്ദേഹത്തിൻ്റെ മേൽ, 6 പരാതിക്കാരുടെ പരാതികൾ അദ്ദേഹത്തിൻ്റെ മേൽ ചാർത്തപ്പെട്ടു. അതിലൊരു പരാതിക്കാരി പിന്മാറി. അതുകൊണ്ട് പോലീസ് ആ പരാതി ഉപേക്ഷിച്ച് 5 കേസുകളുമായി അദ്ദേഹത്തെ ആരോപിതനാക്കി. ആ കേസുകളുടെ കുറ്റാരോപണങ്ങളുടെ വിചാരണ 3 വർഷങ്ങളായി തുടർന്നു വരികയായിരുന്നു. ഇന്നലെ ഡൽഹി റൗസ്കോട്ട് അവന്യൂ കോടതി ബഹുമാനപ്പെട്ട അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അശ്വിനി പൻവാർ അദ്ദേഹത്തിൻ്റെ മുൻപിലാണ് ഈ വിചാരണ നടന്നിരുന്നത്. അദ്ദേഹം ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയതിൻ്റെ റിപ്പോർട്ടുകൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്നത്, മലയാളം മുഖ്യധാരാ മാധ്യമങ്ങളിൽ അവർ അവതരിപ്പിച്ചത്, പ്രോസിക്യൂഷന് ഈ കുറ്റകൃത്യങ്ങൾ തെളിയിക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് ബ്രിജ്ഭൂഷണെ കുറ്റവിമുക്തനാക്കി കോടതി. ഇത്തരത്തിലുള്ളൊരു വാർത്താ സംപ്രേഷണം ചെയ്യുമ്പോൾ അതിലൊരു ചതിയുണ്ട്. കാരണം പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ പ്രോസിക്യൂഷൻ ആരാണ്? BJP സർക്കാരുകൾ കൈകാര്യം ചെയ്യുന്ന പോലീസുകാർ. അവരാണ് അന്വേഷണം നടത്തി, അവരുടെ പ്രോസിക്യൂട്ടറാണ് ഇത് വാദിക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ എന്തോ തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ധ്വനി വരുന്ന രീതിയിലാണ്. അതിനുശേഷം ഗുസ്തി താരങ്ങളുടെ ഒരു പ്രതികരണങ്ങളും ഞങ്ങൾ നിരാശരാണ്, വെരി ഡിസപ്പോയിൻറ്റിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പ്രതികരണങ്ങൾക്ക് ശേഷം അവസാനം ഒരു ഒഴുക്കൻ വെട്ടിൽ ഞങ്ങളിതിനെ മേൽക്കോടതിയിൽ ഈ വിധിയെ ചോദ്യം ചെയ്യും, അപ്പീൽ പോകുന്നുണ്ട് എന്നുള്ളൊരു ഒഴുക്കൻ മട്ടിലുള്ളൊരു പറച്ചിലും. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രസക്തമായി പ്രചരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കപ്പെടുന്നത് പ്രോസിക്യൂഷൻ സംശയാതീതമായി ഈ കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു. അപ്പോൾ പ്രോസിക്യൂഷനെ നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി സ്വാധീനിച്ചത് തന്നെ, അല്ലെങ്കിൽ യോഗി ആദിത്യനാഥെങ്കിലും സ്വാധീനിച്ച് കാണും എന്നുള്ളൊരു ധാരണ പറയാതെ പരത്തുക, അല്ലെങ്കിൽ പറയാതെ പറഞ്ഞു പരത്തുക, ഇതാണ് ഉദ്ദേശം. പക്ഷേ സത്യാവസ്ഥ പരിശോധിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ സംഭവിച്ചത്, കഴിഞ്ഞ 3 വർഷങ്ങളായി നീളുന്ന ഈ വിചാരണയ്ക്കിടയിൽ സംഭവിച്ചത്, നിരവധി സാക്ഷികളല്ല ആരോപണമുന്നയിച്ച വ്യക്തികൾ പിന്മാറി. തന്നെയുമല്ല, അതിലും പ്രധാനമായി പിന്മാറുന്നത് ഒരുപക്ഷെ ഈ ആരോപണം ഉന്നയിച്ച് കോടതിയുടെ മുൻപിൽ എത്തിക്കഴിഞ്ഞ് പിന്നീട് ആരോപണം ഉന്നയിച്ചവർ പിന്മാറി എന്നുള്ളത് കൊണ്ട് കേസ് ഇല്ലാതാകണമെന്നില്ല. അങ്ങനെ ഇല്ലാതായിട്ടുമില്ല. കേസ് മുന്നോട്ട് പോയപ്പോൾ ഈ പറയുന്ന സാക്ഷികളുടെ മൊഴികളും അവർ പരാതി നൽകിയ സമയം, ഇതിലെല്ലാം വലിയ അന്തരമുണ്ട്, വലിയ വൈരുദ്ധ്യമുണ്ട് എന്ന് പ്രതിഭാഗം വാദിച്ചത് കോടതിക്ക് അംഗീകരിക്കേണ്ടി വന്നു. കാരണം വൈരുദ്ധ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കോടതിയുടെ ഉള്ളിൽ നടന്ന ട്രയൽ പ്രൊസീഡിങ്സ് കൃത്യമായിട്ട് നമുക്കൊരിക്കലും ഇത്തരം വിഷയങ്ങളിൽ കാണുവാൻ സാധിക്കില്ല. കാരണം മറുഭാഗത്ത് സ്ത്രീകളായതുകൊണ്ട് അവരുടെ സ്വകാര്യത കുറ്റം തെളിഞ്ഞാലും ഇല്ലെങ്കിലും സംരക്ഷിക്കപ്പെടേണ്ടതുകൊണ്ട് അത് നല്ലൊരു നിയമം തന്നെയാണ്, അങ്ങനെ തന്നെ വേണം താനും. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും അറിയുവാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് പല ട്രയലുകളിലും തോറ്റ് പുറത്തു പോകുന്നവർ, അല്ലെങ്കിൽ ട്രയലുകളിൽ പങ്കെടുക്കാതെ തന്നെ ഞങ്ങൾക്ക് അവസരം വേണമെന്ന് വാദിച്ചവർ, അവർക്കത് ലഭിക്കാത്ത അവസരങ്ങളിൽ ചിലപ്പോൾ പരാതിപ്പെട്ടതാകാമെന്നുള്ള വാദങ്ങൾ കോടതിയിൽ ഉയർന്നിരുന്നു. അതിൽ പലതിലും സത്യമുണ്ടായേക്കാം. അതിൻ്റെ പേരിൽ കുറ്റകൃത്യം ആരോപിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് ആരോപിക്കുകയോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ പ്രതിഭാഗത്തിന് അത്രയും മതി. കാരണം ഇതുകൊണ്ടായിരിക്കാം അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത് എന്നുള്ളൊരു വാദം ഉന്നയിച്ചാൽ, സംശയാതീതമായി അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ വാദം അംഗീകരിക്കേണ്ടി വരും. അതിൽ കുറേയൊക്കെ സത്യാവസ്ഥയുണ്ടെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. കാരണം ഇദ്ദേഹത്തിനെതിരെ ജന്തർ മന്ദറിൽ സമരം ചെയ്തിട്ടുള്ള
ഗുസ്തി താരങ്ങളിൽ, പ്രത്യേകിച്ച് വനിതാ താരങ്ങളിൽ പലരും പിന്നീട് രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരു വഴിക്ക് നിൽക്കട്ടെ. ഒരു പ്രകടനത്തിനിറങ്ങി, പ്രതിഷേധത്തിനിറങ്ങി, അതുകൊണ്ടുണ്ടായ പ്രശസ്തി അവർ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്നു. നല്ല കാര്യം. അവരുടെ ഭാവി അവർ നോക്കണം. പക്ഷേ അതിനുമപ്പുറത്തേക്ക് ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഗുസ്തി മത്സരങ്ങൾ നടക്കുമ്പോൾ പലപ്പോഴും ട്രയലുകളിൽ പങ്കെടുക്കാതെ തന്നെ ഞങ്ങൾക്ക് യോഗ്യത ലഭിക്കണമെന്നുള്ളൊരു അവകാശവാദം ഉന്നയിച്ച് ഇവർ തന്നെ മുന്നോട്ട് വരുന്നത് നാം കണ്ടതാണ് പലപ്പോഴായിട്ട്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ വാദം പ്രസക്തമാകുന്നത്. അവർക്ക് പലപ്പോഴും കോടതിയുടെ ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിയമവ്യവസ്ഥ പൂർണ്ണമായിട്ടും അവർക്ക് എതിരാണ് എന്ന് പറയുവാൻ സാധിക്കില്ല. പക്ഷേ എന്നിട്ട് രാജ്യത്തെ നാണം കെടുത്തുന്ന തരത്തിൽ പരാജയപ്പെട്ട് പുറത്തു പോകുന്നത് ഈ ട്രയലിൽ ഗുസ്തി ഫെഡറേഷൻ പറഞ്ഞത് കൃത്യമായിട്ട് 6 മാസം നീണ്ട ഒരു ഡ്രഗ് ടെസ്റ്റിന് വിധേയമാകണം. കാരണം അത്തരത്തോളം 6 മാസത്തോളം ഡ്രഗ് ടെസ്റ്റിന് വിധേയമായാലേ അന്താരാഷ്ട്ര തലത്തിലുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് സാധുതയുള്ളൂ ഈ മത്സരത്തിന്. അതൊന്നും പറ്റില്ല, എനിക്ക് നേരെ വരണം, ഞാനിപ്പോൾ പ്രസവിച്ചിട്ട് എഴുന്നേറ്റ് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ശരിയാണ്. പലപ്പോഴും നോക്കുമ്പോൾ ഒരു വൈകാരികമായിട്ടുള്ള ഒരു തലം വരും അതിന്. ആ വൈകാരിക തലത്തിൽ കോടതികൾ പോലും പലപ്പോഴും ആ വൈകാരികതയിൽ മയങ്ങിപ്പോകാറുണ്ട് എന്ന് പലപ്പോഴും തോന്നിക്കുന്ന തരത്തിലുള്ള വിധികൾ വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഏറ്റവും അവസാനം ഈ പറഞ്ഞ ഗുസ്തി താരങ്ങൾ, ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ച ഗുസ്തി താരങ്ങളിൽ ഒരാൾക്ക് അത്തരത്തിലൊരു യോഗ്യത നൽകണമെന്ന് കോടതി വിധിച്ചിരുന്നു. യോഗ്യത നൽകി. എന്തുണ്ടായി? നാണം കെട്ട രീതിയിൽ പരാജയപ്പെട്ട് പുറത്തുപോയി. അതല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല. കാരണം ഗുസ്തി ഫെഡറേഷൻ പറഞ്ഞത് ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. 6 മാസം ഈ ഒരു മയക്കുമരുന്നോ അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശീലനത്തിന് പരിശോധനയ്ക്ക്, സ്ക്രീനിങ്ങിന് വിധേയമാകണം. അതിനുശേഷം അത്രയും പരിശീലനം വേണം. എന്നാൽ മാത്രമേ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗ്യത ഉണ്ടാകൂ. അതൊരു മാനദണ്ഡമാണ്, ഒരു മാർഗരേഖയാണ്, കൃത്യമായി പാലിക്കേണ്ടതുമാണ്. അത് പാലിക്കാതെ നേരെ മത്സരത്തിനിറങ്ങി പരാജയപ്പെട്ടു പോകുമ്പോൾ അപമാനിക്കുന്നത് നമ്മുടെ രാജ്യത്തെയാണ്. ഇത്തരത്തിലുള്ള ട്രയലുകൾ കൂടാതെയുള്ള ഞങ്ങൾക്ക് അവസരം വേണമെന്നുള്ള ആഗ്രഹങ്ങളും അവകാശവാദങ്ങളുമൊക്കെ ഒരുപക്ഷെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടാകാം. നിഷേധിക്കപ്പെട്ടപ്പോൾ പകയുണ്ടായിട്ടുണ്ടാകാം. ആ പകയുടെ പുറത്തു നിന്നാകാം ആരോപണങ്ങൾ ഉണ്ടായത്. ഇതൊക്കെയായിരുന്നു ആദ്യം മുതലേ ബ്രിജ്ഭൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള വാദം. ആ വാദം ഇപ്പോൾ ഏതാണ്ട് സാധൂകരിക്കപ്പെടുന്ന തരത്തിലാണ് റോസ് അവന്യൂ കോർട്ട്, ബഹുമാനപ്പെട്ട കോടതി ബ്രിജ്ഭൂഷണെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. പക്ഷേ കുറ്റവിമുക്തനാക്കിയിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തോടൊരു കാര്യം സമൂഹം ചെയ്യേണ്ടതുണ്ട്. ആ സമൂഹം ചെയ്യേണ്ടത് മാപ്പ് പറയുകയല്ല, അദ്ദേഹത്തിൻ്റെ ക്രൂരകൃത്യങ്ങൾ എത്തരത്തിലാണോ സംപ്രേഷണം ചെയ്തത് അതിൻ്റെ ഒരു 10% അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ, കോടതിയുടെ ഭാഗത്തു നിന്നുള്ള യഥാർത്ഥ കാരണങ്ങൾ സാധിക്കാവുന്നത്ര കണ്ടെത്തി സമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്യില്ല. കാരണം ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് BJP-കാരനായതുകൊണ്ട് മാത്രം. മറുവശത്തുള്ള ആരോപണം ഉന്നയിച്ചവരിൽ ചിലരെങ്കിലും കോൺഗ്രസ് സഖ്യത്തിലേക്ക് കയറി അവിടെ ഇപ്പോൾ MLA-മാരായിട്ടും ഇനി ഭാവിയിൽ MP-മാരായിട്ടും ഒക്കെ മാറുവാനുള്ള ശ്രമത്തിലും ആയിട്ട് ചിലർ വിജയിച്ചിട്ടുമുണ്ട്. അപ്പോഴും അവർ വീണ്ടും ഗുസ്തി മത്സരങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾക്ക് പരിശീലനമൊന്നും കൂടാതെ അല്ലെങ്കിൽ യോഗ്യതാ റൗണ്ടിലൊന്നും കടക്കാതെ തന്നെ യോഗ്യത വേണം എന്നുള്ള അവകാശവാദങ്ങളുമായി വീണ്ടും എത്തുക തന്നെ ചെയ്യും. തുടർന്നും അവർ രാജ്യത്തെ നാണം കെടുത്തിക്കൊണ്ട് തന്നെയിരിക്കും. അതിലൊരു സംശയവും വേണ്ട. ഇതിൽ ആരാണ് ശരി, ആരാണ് തെറ്റെന്നുള്ളത് നമുക്ക് നിശ്ചയിക്കുവാൻ സാധിക്കില്ല. മറുവശത്ത് സ്ത്രീകളായതുകൊണ്ട് ആ ഒരു പരിഗണന അവർക്ക് നാം നൽകിയേ മതിയാവുകയുള്ളൂ. അവർ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമ്മുടെ നിയമം അത് അനുശാസിക്കുന്നു. ആരാണ് ശരി എന്നുള്ളത് ഇന്നലെ ഓഗസ്റ്റ് 6-ാം തീയതി റോസ് അവന്യൂ കോർട്ട് പറഞ്ഞിട്ടുണ്ട്. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ആയിരുന്നു ശരി. അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. അദ്ദേഹത്തോട് ഏറ്റവും ചുരുങ്ങിയൊരു മാന്യത കാണിക്കുക. സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതുകൊണ്ട് ഈ ആരോപിച്ച കുറ്റങ്ങൾ അദ്ദേഹത്തെ വെറുതെ വിട്ടു എന്ന് പറയുന്നതിനും അപ്പുറം പ്രതിയായ അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിച്ച കുറ്റങ്ങൾ തെളിയിക്കുവാനായി പ്രോസിക്യൂഷനല്ല പ്രതികൾ സമർപ്പിച്ച ന്യായങ്ങളും തെളിവുകളും കോടതിക്ക് വിശ്വാസയോഗ്യമായി തോന്നിയില്ല എന്നെങ്കിലും പറയുവാനുള്ളൊരു മാന്യത നമ്മുടെ മലയാള മാധ്യമങ്ങൾ കാണിക്കണമെന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ
ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.